അങ്ങനെ നമ്മുടെ കുട്ടിദോശ റെഡി ആയിട്ടുണ്ട്. അവസാനം വരെ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചുണ്ടാക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായ രുചിയുള്ള കുട്ടിദോശ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ദോശ വളരെ നന്നായി വന്നിട്ടുണ്ട്. പഞ്ഞി പോലെ സോഫ്റ്റാണ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തട്ടുദോശ അഥവാ കുട്ടിദോശയാണ്. കരുതൽ എന്ന പരമ്പരയിലെ 16ാമത്തെ വീഡിയോ ആണിത്. ഉണ്ടാക്കി കുറേ നേരം കഴിഞ്ഞാലും സോഫ്റ്റായി തന്നെ ഇരിക്കുന്ന നല്ലൊരു കുട്ടിദോശ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. കുട്ടിദോശ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരളവ് പാത്രത്തിൽ 4 അളവ് പാത്രം നിറയെ പച്ചരി എടുക്കാം. ഞാനിവിടെ 240 ml വെള്ളം കൊള്ളുന്ന ഒരു ഗ്ലാസ്സാണ് അളവിനായി എടുത്തിരിക്കുന്നത്. ഏത് പാത്രം അളവിനായി എടുത്താലും അതേ പാത്രം ഉപയോഗിച്ച് തന്നെ മറ്റു ചേരുവകളും അളന്നെടുക്കണം. ഞാനിവിടെ സാദാ പച്ചരിയാണ് ദോശ ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്നത്. ഇതിന് പകരം ഹാഫ് ബോയിൽഡ് റൈസ്, അതായത് ഇഡ്ഡലി റൈസാണ് എടുക്കുന്നതെങ്കിൽ കൂടുതൽ നല്ലതാണ്. ഇതിലേക്ക് 1/2 ഗ്ലാസ് ഉഴുന്ന് ചേർക്കാം. അധികം പഴക്കം വരാത്ത ഉഴുന്നാണ് ഇഡ്ഡലി ഉണ്ടാക്കാനും ദോശ ഉണ്ടാക്കാനും എപ്പോഴും നല്ലത്. ഇതിലേക്ക് 1/2 ഗ്ലാസ് ചവ്വരി, അതായത് സാബുനരി ചേർക്കാം. വലിയ സാബുനരിയാണ് കൂടുതൽ നല്ലത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ചേർക്കാം. ഇതുകൂടാതെ 1 ഗ്ലാസ് വെളുത്ത അവലെടുത്തിട്ടുണ്ട്. അധികം നൈസല്ലാത്ത അവലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഏകദേശം 30 കുട്ടിദോശ ഉണ്ടാക്കാനുള്ള ചേരുവകളാണ് നമ്മളിന്ന് ഇവിടെ എടുത്തിരിക്കുന്നത്. കുതിരാൻ വെക്കുന്നതിന് മുന്നേ എല്ലാം നമുക്കൊന്ന് കഴുകിയെടുക്കണം. അവൽ നമുക്ക് 1 പ്രാവശ്യം മാത്രം ഒന്ന് കഴുകിയെടുക്കാം. ബാക്കിയെല്ലാം വെള്ളമൊഴിച്ച് 1 പ്രാവശ്യം മാത്രം നന്നായി ഞരടി കഴുകി പിന്നീട് 3-4 പ്രാവശ്യം വെള്ളം മാറ്റി കഴുകിയെടുക്കാം. എല്ലാം നമ്മൾ നന്നായി കഴുകി വെള്ളം ഊറ്റി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകിയ അവിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 5 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ഈ വെള്ളം ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ മാവ് അരച്ചെടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വെള്ളം അളന്നൊഴിച്ചത്. ഇനി നമുക്കിത് 4-5 മണിക്കൂർ കുതിരാൻ വേണ്ടി വെക്കണം. അതിൽ അവസാനത്തെ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുന്നത് നല്ലതാണ്. ഇനി നമുക്കിത് കുതിരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അരി നമ്മൾ കുതിരാൻ വെച്ചിട്ട് ഏകദേശം 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ അവസാനത്തെ 1 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടുണ്ട്. അരച്ചെടുക്കുമ്പോൾ ജാറ് ചൂടായി മാവ് വെന്ത് പോകാതിരിക്കാനും അതിലെ നല്ല ബാക്ടീരിയ നശിച്ചു പോകാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചത്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിൽ കുറേശ്ശെ എടുത്ത് നന്നായി അരച്ചെടുക്കാം. ആദ്യം ചെറുതായി അരച്ച ശേഷം ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കുതിരാൻ വെച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. മാവ് ടൈറ്റായി വരുമ്പോൾ വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുക്കാം. മാവ് നമ്മൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം അരച്ചെടുക്കാം. എല്ലാം നമ്മൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അരിയും ഉഴുന്നും കുതിരാൻ വെച്ച വെള്ളം ഉപയോഗിച്ചാണ് നമ്മളിത് അരച്ചെടുത്തിരിക്കുന്നത്. കുതിരാൻ വെച്ച വെള്ളം ഒട്ടും ബാക്കി വന്നിട്ടില്ല. കൂടുതൽ വെള്ളം നമ്മൾ ചേർത്തിട്ടുമില്ല. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഈ മാവ് സമയം നോക്കി 10 മിനിറ്റ് നേരം കൈ കൊണ്ടോ ഒരു തവി കൊണ്ടോ ഇളക്കിക്കൊണ്ടിരിക്കാം. കൈ കൊണ്ട് ഇളക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇടയ്ക്കിടെ മാവ് ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കാം. മാവിൽ വായുകുമിളകൾ ഉണ്ടാകുന്നതിനാണ് നമ്മളിങ്ങനെ കോരി ഒഴിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അടിച്ചു വിടാനും മറന്നു പോകരുതേ. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. മാവ് നമ്മൾ 10 മിനിറ്റിൽ കൂടുതൽ നേരം ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പുളിക്കാൻ വേണ്ടി വെക്കാം. ഒരു വലിയ പാത്രത്തിലായിരിക്കണം മാവ് പുളിക്കാൻ വേണ്ടി വെക്കേണ്ടത്. പാത്രം നമുക്ക് നന്നായി മൂടി വയ്ക്കാം. കാലാവസ്ഥയ്ക്കനുസരിച്ച് 8 മുതൽ 12 മണിക്കൂർ വരെ മാവ് പുളിക്കാൻ സമയമെടുക്കും. നല്ല കട്ടിയുള്ള തുണി കൊണ്ട് പാത്രം പൊതിഞ്ഞു വയ്ക്കുന്നത് നല്ലതാണ്. ഇനി നമുക്ക് മാവ് നന്നായി പുളിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം.
മാവ് നമ്മൾ പുളിക്കാൻ വെച്ചിട്ട് 10 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. മാവ് നന്നായി പുളിച്ച് പൊന്തി വന്നിട്ടുണ്ട്. ഒരു കൈയിൽ കൊണ്ട് ഒരു പ്രാവശ്യം മാത്രം ഒന്ന് ഇളക്കി കൊടുക്കാം. കൂടുതൽ ഇളക്കരുത്, സാവധാനം ഇളക്കി കൊടുത്താൽ മതി. മാവിൽ കൂടുതൽ വെള്ളം ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. മാവ് കട്ടിയായിരിക്കുന്നതാണ് നല്ലത്. കോരി ഒഴിക്കുമ്പോൾ തനിയെ പരന്നു പോകുന്ന രീതിയിലാണ് നമുക്കിത് വേണ്ടത്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് നമ്മളിവിടെ അടിഭാഗം കട്ടിയുള്ള ഒരു നോൺ സ്റ്റിക്ക് തവ സ്റ്റൗവിൽ വെച്ച് ചൂടാക്കുന്നുണ്ട്. തവയോടൊപ്പം ചൂടായി വരാൻ വേണ്ടിയിട്ട് നമുക്ക് മൂടിയും വെച്ച് കൊടുക്കാം. തവയും മൂടിയും നന്നായി ചൂടായി വന്നു കഴിഞ്ഞാൽ തീ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇനി നമുക്ക് മാവ് കോരി ഒഴിച്ച് ചുട്ടെടുക്കാം. തവ നോൺ സ്റ്റിക്ക് ആണെങ്കിൽ എണ്ണ തൂക്കേണ്ട ആവശ്യമില്ല. മാവ് നമുക്ക് തവയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മാവ് പരത്തി കൊടുക്കരുത്. ഇങ്ങനെ ഒഴിക്കുമ്പോൾ തന്നെ ദോശയുടെ രൂപത്തിലാവുന്ന രീതിയിലാണ് മാവ് നമുക്ക് വേണ്ടത്. ഒരു 30 സെക്കൻഡ് നേരം നമുക്കിത് മൂടി വയ്ക്കാം. നല്ല സോഫ്റ്റായി കിട്ടാൻ അടിഭാഗവും മുകൾ ഭാഗവും കൂടുതൽ മുരിഞ്ഞു പോകാത്ത രീതിയിൽ വേണം ദോശ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ. ദോശയുടെ മുകൾ ഭാഗം കൂടുതൽ ഡ്രൈ ആയി പോകുന്നതിന് മുന്നേ തന്നെ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കണം. അതിനു മുന്നേ അല്പം വെളിച്ചെണ്ണയോ നെയ്യോ തളിച്ചു കൊടുക്കാം. പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുക്കാം. വീണ്ടും ഒരു 30 സെക്കൻഡ് നേരം മൂടി വയ്ക്കാം. ഇനി നമുക്ക് ദോശ തവയിൽ നിന്ന് മാറ്റാം. ഇങ്ങനെ നമുക്ക് എല്ലാം ചുട്ടെടുക്കാം. ഈ മാവ് കൊണ്ട് ഇതുപോലെ ഏകദേശം 30 ദോശ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ദോശ വളരെ നന്നായി വന്നിട്ടുണ്ട്. പഞ്ഞി പോലെ സോഫ്റ്റാണ്. അങ്ങനെ നമ്മുടെ കുട്ടി ദോശ റെഡി ആയിട്ടുണ്ട്. അവസാനം വരെ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചുണ്ടാക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായ രുചിയുള്ള കുട്ടി ദോശ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എന്നോട് അഭിപ്രായങ്ങൾ പറയണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം.